നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ വരുന്നത് ഇടുക്കി കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ 2018 ബിഫാം പാസ് ഔട്ടായ ആളാണ്. 2019 ജനുവരി മുതൽ കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 5 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് പലവിധ തടസ്സങ്ങൾ മൂലം എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ പലതവണ IELTS എക്സാം എഴുതിയതാണ്. ഓരോ തവണയും നല്ല സ്കോറോടുകൂടി പാസ്സാവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തടസ്സങ്ങൾ മാറുന്നില്ലായിരുന്നു. അങ്ങനെ 2022 ഡിസംബറിൽ ഞാൻ വീണ്ടും IELTS എക്സാം എഴുതി. അപ്പോഴും എനിക്ക് 7.5 സ്കോർ കിട്ടി, പാസ്സാവാൻ പറ്റി. എങ്കിലും എഡ്യൂക്കേഷൻ ലോണിന് നോക്കുമ്പോഴും ഓരോ കാര്യത്തിലും തടസ്സങ്ങളാണ്. എഡ്യൂക്കേഷൻ ലോൺ നോക്കുമ്പം ആദ്യം ബാങ്കുകാർ തരും, ലോൺ പാസ്സാവും എന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷേ പിന്നീട് മാസങ്ങൾ അതിൻ്റെ പുറകെ നടന്നു കഴിയുമ്പം അവസാനം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലം എനിക്ക് ലോൺ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ ചേട്ടൻ പൈസ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പപ്പ എന്നാണ് വിളിക്കുന്നത്. പപ്പയുടെ സ്ഥലം KSFEയിൽ വെച്ച് എനിക്ക് ലോൺ എടുത്ത് ഫീസ് അടയ്ക്കാനുള്ള പൈസ അങ്ങനെ ആയി. അങ്ങനെ ഞാൻ ഫീസ് അടച്ചു കഴിഞ്ഞിട്ടും എൻ്റെ തടസ്സങ്ങൾ മാറുന്നില്ല. ഫീസ് അടച്ച് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഞാൻ ഫീസ് അടച്ചതാണ്. എങ്കിലും എനിക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നു, അവർക്കിതുവരെ അവിടെ ഫീസ് അവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഇത് ക്യാൻസൽ ആകുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ വന്നു. അപ്പം വളരെയധികം വിഷമിച്ചു പോയി. കാരണം ഇത്രയും ലോൺ എടുത്ത് പൈസ അടയ്ക്കുകയും ചെയ്തു, കോഴ്സ് ക്യാൻസൽ ആകുകയും ചെയ്തു. അങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുന്നപ്പോഴാണ് എന്നോട് എൻ്റെ അമ്മ പറയുന്നത്, ഇങ്ങനെ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, ഒരുപാട് അനുഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട്.